യെസ്, അങ്കമാലിയിലെ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിൽ നിന്ന് സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, വലിയ ആശ്വാസത്തിലായിരിക്കും, സന്തോഷത്തിലായിരിക്കും സിസ്റ്റർമാരുടെ കാര്യത്തിൽ ഇപ്പോൾ കുടുംബം ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇനി അവരുടെ പ്രതികരണം എന്താണ്, ഒപ്പം തന്നെ ഇനി നിയമപരമായിട്ട് ഏത് വഴിയിൽ അവരെ FIR റദ്ദാക്കുന്ന കാര്യത്തിലേക്ക് കടക്കാൻ എങ്ങനെ പോകുമെന്നൊക്കെയാണ് കുടുംബം പ്രതികരിക്കുന്നത്. ധന്യ, വളരെ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങളുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അവരവിടെ നിന്ന് ഈ വിധി, കോടതി വിധി അറിഞ്ഞ ശേഷം ആ വീഡിയോ കോളിൽ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ വാർത്ത അവർ അറിയുന്നത്. അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഈ വിവരം അവർ വീഡിയോ കോളിൽ അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതായത് ഈ കഴിഞ്ഞ നാളുകൾ അത് വളരെ സങ്കടത്തിലായിരുന്നു. ഈ സിസ്റ്റർ പ്രീതിയുടെ കുടുംബാംഗങ്ങളും മാതാപിതാക്കളും എല്ലാം തന്നെ അവരുടെ വീടുകളിലേക്ക് നിരവധി ആളുകളും വന്നു പോകുന്നുണ്ടായിരുന്നു. ഈ വാർത്ത അറിയാൻ, അതായത് ഈ ജയിൽ മോചനം, ആ വാർത്ത അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു കുടുംബാംഗങ്ങളുടെ അവരുടെ ഒരു ആശ്വാസം, അവരുടെ ഒരു സന്തോഷം, അവരുടെ ഒരു അതെല്ലാം തന്നെ അവരുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്, ദുർഗിലുണ്ട്. ഒപ്പം തന്നെ അവിടെ നിന്ന് അവരുടെ ആളുകൾ, അവിടെയുള്ള ബന്ധുക്കൾ, അവരിവിടെ വീട്ടുകാരെ വീഡിയോ കോൾ വഴി കണ്ട് സംസാരിക്കുന്ന, ഈ സന്തോഷ വാർത്ത പങ്കുവെക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ ബന്ധുക്കൾ ഇവിടുന്ന് അവരുടെ പ്രതികരണം ഉണ്ടാകും. രാവിലെ ഈ കോടതി ഈ കേസ് പരിഗണിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇവർ വീടിനുള്ളിൽ പ്രാർത്ഥനയുമായി ഇവരുടെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, ഒപ്പം തന്നെ സമീപവാസികളുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഇവിടെ വീട്ടിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. പ്രാർത്ഥനയോടുകൂടി തന്നെയായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രതീക്ഷിച്ച രീതിയിൽ ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവരുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു പ്രതീക്ഷ അതിൽ ഉണ്ട്. എന്തായാലും ഇപ്പോൾ കുടുംബാംഗങ്ങൾ പ്രതികരിക്കുകയാണ്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ അവരുടെ കുടുംബം പ്രതികരിക്കുകയാണ്. നേരത്തെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ ബ്രദർ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങൾ പ്രതികരിക്കാൻ ഇരിക്കുകയാണ്. 8 ദിവസമായി ജയിലിൽ തുടരുന്ന സിസ്റ്റർമാരാണ്. അവർക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഉയരുന്ന കാര്യങ്ങൾ, കന്യാസ്ത്രീകളുടെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസന്വേഷണമൊക്കെ പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് ജാമ്യം കൊടുത്താൽ കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം വീണ്ടും തുടരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നത്. ആ കേസ് നീട്ടിക്കൊണ്ടുപോകാനാണോ എന്നൊക്കെ കസ്റ്റഡി ആവശ്യപ്പെടാത്തത് എന്നൊക്കെ കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ കോടതി അതിനെ സമീപിച്ചിരുന്നു. പക്ഷേ സർക്കാരും ഛത്തീസ്ഗഡ് BJPയും ഏതു തരത്തിലാണ് ആ കേസിനെ ഇപ്പോൾ സിസ്റ്ററിന്റെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കും. മാതാപിതാക്കളാണ്. അമ്മ കുറെ ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം ജാമ്യം കിട്ടിയിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? ജാമ്യം കിട്ടി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സന്തോഷത്തോട് ഇടയായി. എന്ന് പറയാം, സംസാരിച്ചെന്ന് തോന്നല്ലേ? മകനൊക്കെ അവിടെയുള്ള ആളുകൾ സംസാരിച്ചെന്ന് തോന്നല്ലേ? സമാധാനമായി. എന്താ പറയാനുള്ളത്? ഒരുപാട് പേര് കാണാനായിട്ട് വന്നിരുന്നു അപ്പച്ചനെയൊക്കെ. ഒന്നും പറയാനില്ല. ഇത് എനിക്ക് വളരെ സമാധാനം. പ്രാർത്ഥിച്ചിരുന്നോ? പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥനയായിരുന്നു. എനിക്ക് കുറച്ച് മുമ്പ് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 9 ദിവസമായി നമ്മൾ ഇതിന്റെ പിറകിലുണ്ട്. അത് ആദ്യമേ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ ഭരണാധികാരികളോടും ഒപ്പം സഭാ നേതാക്കളോടും നന്ദി പറയുന്നു.
പിന്നെ ഞങ്ങളുടെ MLA ഈ സംഭവം അറിഞ്ഞ അന്ന് മുതൽ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ നിമിഷം വരെ വിധി പറയുന്നവരെ ഞങ്ങളുടെ ഒപ്പം നിന്ന് MLA ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കണു. ഒപ്പം പ്രത്യേകം MLAക്ക് വേണ്ടി നന്ദി പറയണു. ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം MLAയുടെ ഒരു വിഷമമായി കണ്ട്, MLAയുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് MLAക്ക് പ്രത്യേകം നന്ദി. തന്നെ എല്ലാ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും എല്ലാവരും തന്നെ ഇത് പൊതുവായൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നു. അത് ഞങ്ങൾക്കൊരു കരുത്തായിരുന്നു, ഒരു ആശ്വാസമായിരുന്നു. വിവിധ സന്നദ്ധ സംഘടനകൾ, അതുപോലെ പ്രാദേശിക നേതാക്കൾ, ബന്ധുമിത്രാദികൾ, അതുപോലുള്ള മീഡിയ, ഇതൊക്കെ ഈ വിഷയം അറിഞ്ഞ അന്നു മുതൽ ഇതൊരു പൊതുവായൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധം പൊതുവിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതിന് ഒരു പൊതുവായ പ്രശ്നമായി കണ്ട് ഇതിന് എല്ലാവിധ സപ്പോർട്ടും തന്നെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ എല്ലാവർക്കും ഒരു കൃത്രിമമായി ഉണ്ടായ, സാങ്കേതികമായി ഉണ്ടായ ഒരു കേസാണെന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും നമുക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ബാക്കി നീണ്ടുപോകാതെ ഈ കേസ് തന്നെ പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ആവശ്യം. അദ്ദേഹം പറഞ്ഞതുപോലെ ആ കേസ് പിൻവലിക്കുക എന്നുള്ളതാണ്. കേരളത്തിന്റെ മതേതര സമൂഹം ഏത് തരത്തിൽ ആ രണ്ട് കന്യാസ്ത്രീകൾക്കൊപ്പം നിന്നു എന്നുള്ളത് കഴിഞ്ഞ 8 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ BJP എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം കേരളത്തിൽ നിന്ന് അയച്ച BJPയുടെ പ്രതിനിധികളുടെ നിലപാടായിരുന്നില്ല, അല്ലെങ്കിൽ കേരള BJPയുടെ നിലപാടായിരുന്നില്ല ഛത്തീസ്ഗഡ് BJPക്ക് എന്ന് തെളിയിക്കുന്ന ട്വീറ്റ് വരെ ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ കോടതിയിൽ ഏത് തരത്തിലാണ് പ്രോസിക്യൂട്ടർ അതിനെ ജാമ്യത്തെ എതിർത്തത് എന്ന് നമ്മൾ കണ്ടതാണ്. ഛത്തീസ്ഗഡ് സർക്കാരിനെ കൂടാതെ ബജ്രംഗ് അഭിഭാഷകരും കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ NIA കോടതിയിൽ എതിർത്തു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ BJP എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കേരളത്തിലെ UDF LDF MP-മാർ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ മതേതര മനസ്സ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജാമ്യം. നേരത്തെ കന്യാസ്ത്രീയുടെ ബന്ധു പറഞ്ഞതുപോലെ റോജി M. ജോൺ MLA അതിൽ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ